നമ്മൾ കൂട്ടുകൂടുമ്പോ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി കൂട്ടുകൂടുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനുകളെ സാധാരണ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ എല്ലാവരും ഓടിച്ചിട്ടുണ്ട്. കയറി ചെല്ലാനൊന്നും മടിയൊന്നുമില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാല് ഭയങ്കര മടിയായിട്ടാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ കയറി വരുന്ന ആൾക്കാർ, ഇതിന് കവർ ചെയ്ത് കയറി വരുന്ന ആൾക്കാർ വലിയ സങ്കടങ്ങളുള്ള ആൾക്കാരായിരിക്കും, വലിയ പ്രയാസങ്ങൾ. ഒന്നീ മക്കൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആൺമക്കൾക്കോ പെൺമക്കൾക്കോ ആരുടെന്തെങ്കിലും ഉപദ്രവങ്ങളേക്ക് വാങ്ങിയിട്ട് അതിന്റെ വലിയ പ്രയാസങ്ങളുണ്ട്. ആദ്യം നമ്മളൊരു പ്രയാസം പരിഹരിക്കാനായിട്ട് നമ്മൾ സ്വന്തം ബന്ധുക്കളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കും, അല്ലെങ്കിൽ പള്ളിക്കാരോട് പാർട്ടിക്കാരോടൊക്കെ സംസാരിച്ചിട്ട് ഇതും തീരാതെ വരുമ്പോൾ അവസാനത്തെ അത്താനായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കൾ ലഹരി ഉപയോഗിച്ചും നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് നമ്മളോട് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരിൽ നിങ്ങളുടെ മുഖം കാണേ നമ്മുടെ മക്കളെ പോലുള്ള മക്കളാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങളോട് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ സാഹചര്യം ഈ കാര്യങ്ങൾ കൊണ്ടാണ്. ഏത് ഒരുപാട് മക്കള് ഇത്തരത്തില് ചെറിയ പ്രായത്തിൽ തന്നെ മലയാളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സുള്ള ഒരു പയ്യനെ പിടിച്ചപ്പോ 6 വർഷം മുമ്പ് കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങിയെന്ന് 6 വർഷം മുമ്പ് ലഹരി ഉപയോഗിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എത്രാം ക്ലാസ്സിൽ വെച്ചിട്ടാ? 12 വയസ്സ് മുതൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ മുതൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെ മുതൽ ലഹരി ഉപയോഗിച്ചത്. പണ്ടൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, ലഹരി വിൽക്കാൻ വന്നവരും കൊണ്ടുവരാൻ വന്നവരൊക്കെ നമുക്കറിയാം മുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ വേറെന്തോ ഭാവത്തിലും കാണാൻ തന്നെ പേടിയാവുന്ന രൂപത്തിലുള്ള ലഹരി കച്ചവടക്കാരുണ്ടായിരുന്ന കാലഘട്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ലഹരിയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് ഇടത് ഉപയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കാം, വീട്ടുകാരറിയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പോകാം എന്ന് നമ്മളോട് വന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലെ നമ്മളെക്കാൾ സുന്ദരനായിട്ടുള്ള, നമ്മളെക്കാൾ നന്നായിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ ഉയർന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മളോട് വന്നിട്ട് വേണം എന്റെ കൂടെ പോവാം, നമുക്ക് ഇന്ന പരിപാടി ഉണ്ടെന്ന് നമ്മളോട് വിളിക്കുന്നത് അവരായിരിക്കും. നമ്മളിതൊരു രസത്തിന് ഒറ്റ തവണ ഉപയോഗിച്ചു നോക്കും. ഒറ്റ തവണ ഉപയോഗിച്ചാൽ പോലും നമ്മളിത് അടിമയാക്കുകയും നമ്മുടെ തലച്ചോറിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവില്ലാത്തവര്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പയ്യനെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ മാനസിക നില തകരാറായിട്ട് അയൽവട്ടക്കാരെയൊക്കെ ഉപദ്രവിക്കും, വീട്ടുകാരുടെ അച്ഛനമ്മേനെയൊക്കെ തന്നെ എപ്പോഴും വെട്ടിക്കൊള്ളാനൊക്കെ വരെ ചെയ്യുന്ന ഒരു പയ്യുണ്ട്. ആ പയ്യനെ വീട്ടുകാര് സ്വന്തം വീട്ടിലൊരു ലോക്കപ്പ് റൂം ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് ആക്കിയൊക്കെയാണ് ചോറും ഭക്ഷണമൊക്കെ സമയത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ അവനറിഞ്ഞിട്ടില്ല, ആ രീതിയിൽ നമ്മുടെ മാനസിക നില തകരാറാക്കാണ് ലഹരി ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് അത്തരത്തിലൊരു ഒരു വേറൊരാളാണ് വന്നിട്ട് നമ്മളോട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നോ പറയും. പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ടാണ് വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പരിചയമുള്ള ഒരാളാണ് വന്നിട്ട് നമ്മളോട് ഇത്തരത്തിലൊരു ചീത്ത കാര്യത്തിലേക്ക് വിളിക്കണമെങ്കിൽ നമുക്ക് നോ പറയാൻ ഒരു മടി തോന്നും. പക്ഷെ ആ നോ പറയാൻ മടി തോന്നാതിരിക്കണം നിർബന്ധമായിട്ട്. ആ നോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കണം. ഒന്ന്, ഈ ലഹരിയോട് ഇപ്പൊ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലച്ചോറിനെയിരിക്കും ബാധിക്കുക, നമ്മുടെ പഠനത്തെയിരിക്കും ബാധിക്കുക, നമ്മുടെ ജീവിതത്തെയിരിക്കും ബാധിക്കുക, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന്, നമ്മുടെ വീടിനെ, നമ്മുടെ നാട്ടുകാരെ ഇതിൽ നിന്നാണ് തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്കും, മറ്റ് കൊലപാതകങ്ങളിലേക്കും, മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ലഹരി ഉപയോഗിച്ച് തുടങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഒരു 3-4 രീതിയിൽ മാത്രം അവസാനം ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞൊരു ക്രൈമാകാം. നമ്മള് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അവരുടെ കാണുന്നത് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ക്രൈം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ലഹരി കേസുകളിൽ പോലീസ് പിടിക്കാം. അല്ലാത്ത അവസ്ഥയിൽ സൂയിസൈഡ് ചെയ്യാം, മാനസിക നില തകരാറായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയുണ്ട് ഒരുപാട് പേര്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ മാനസിക രോഗത്തിന് അടിമപ്പെടാം, മെന്റൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ. ഈ രീതിയിലുള്ള ഡെത്തിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഒരു ദോഷത്തിലേക്ക് മാത്രമാണ് മയക്കുമരുന്നുകൾ നമ്മൾ കൊണ്ടുപോയി എത്തിക്കുള്ളൂ. അപ്പൊ ലഹരിയിൽ നോ പറയാന്നുള്ളത് നമ്മുടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നടത്തുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഇതിന് സാമൂഹികമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരാൾ ലഹരി ഉപയോഗിക്കുകയും നമ്മുടെ
കുടുംബത്തിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ നാടിനൊക്കെ തന്നെ ദോഷമായിട്ട് വല്ല വിധത്തിലാണ് പോവാ. തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വലിയ